ചുലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അരുതാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈശോയ്ക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകാതിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് നമ്മളിൽ നിന്ന് ഈശോ ഏറെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ നേരിട്ട് പറഞ്ഞ അനേക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈശോയുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ 19 തിരുവചനങ്ങളിൽ ഈശോ പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈശോ തൻ്റെ ദൗത്യം, തൻ്റെ പ്രവൃത്തി, താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ അനേക തവണ കേട്ട് നമുക്ക് അറിയാവുന്ന വചനമാണ്. നമ്മളത് അനുവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല, പക്ഷേ നമുക്ക് അറിയാവുന്ന വചനമാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 35-36 തിരുവചനങ്ങൾ. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഇന്ന് ഇപ്രകാരം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈ ശുശ്രൂഷ ചെയ്യുന്ന അനേകായിരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലുള്ള ശുശ്രൂഷ ആലയങ്ങളുണ്ട്. അപ്രകാരമുള്ള മേഖലകളിൽ തങ്ങളുടെ സമ്പത്ത്, തങ്ങളുടെ ശുശ്രൂഷകൾ, അല്ലെങ്കിൽ അവിടെ പോയി അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ പല രീതിയിൽ ചുറ്റുമുള്ളവരെ കുറിച്ച് കരുതലുള്ള അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിൽ നമ്മൾ മറന്നു പോകാതെ ഓർത്തിരുന്ന് ബോധപൂർവം നമ്മുടെ സമ്പത്തിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവരുമായി, പ്രത്യേകിച്ച് ഒരിക്കലും നമുക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്തവരുമായി, അതാണ് ലൂക്കാസ് സുവിശേഷം 12:33 പറയുന്നത്. ലൂക്കാസ് സുവിശേഷം 14:14 പറയുന്നത്, അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. പകരം നൽകാൻ ഒന്നുമില്ലാത്ത ജീവിതങ്ങളിൽ നമ്മുടെ സ്നേഹം കടന്നു ചെല്ലുമ്പോൾ, നമ്മൾ പരിചരണം കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ സഹായം കടന്നു ചെല്ലുമ്പോൾ ദൈവസന്നിധിയിലേറെ പ്രീതികരമാണ്. അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയുകയാണ്, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. പാവങ്ങളെക്കുറിച്ചുള്ള വലിയൊരു കരുതൽ നമുക്കുണ്ടാകട്ടെ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിൽ, ഒരുപക്ഷെ ആ പൈസ ഒന്ന് മാറ്റിവെക്കുന്ന കാര്യത്തിൽ, അതെങ്കിൽ അതിന് സമയം കണ്ടെത്താൻ പറ്റാത്ത, അങ്ങനെ പല രീതിയിലൊക്കെ ഈ നല്ല ആഗ്രഹങ്ങളും നന്മകളും നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകാം. അതല്ലെങ്കിൽ പ്രായോഗികമായി നടക്കാതെ പോകാം. ഇനിയുള്ള 10 ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ല ചില തീരുമാനങ്ങൾ എടുത്താലോ? ഒരാതുരാലയത്തിന്, ഒരു മിഷണറി ദേശത്ത് കുറച്ച് പൈസ അയക്കുവാൻ, അല്ലെങ്കിൽ പ്രകാരമുള്ള ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ, അതല്ലെങ്കിൽ ഒരു ഫുഡ് ബാങ്കിൽ കൊണ്ടുപോയി കുറേ ഫുഡ് കൊടുക്കുവാൻ, അതല്ലെങ്കിൽ നമ്മുടെ തന്നെ വണ്ടിയിൽ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ച് ആരോരുമില്ലാത്തവരുടെ കരങ്ങളിലേക്ക് എത്തിക്കാൻ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഈശോ ഏറെ ആഗ്രഹിക്കുന്നതാണ്. ഈശോ പറയുന്നുണ്ട്, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കും. മർക്കോസ് 14:7. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം ആശംസിക്കാം. ഈ 2024 ക്രിസ്മസിൽ മറ്റുള്ളവരുടെ ആവശ്യത്തിൽ പങ്കുചേരുന്ന, അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു പ്രവൃത്തി, ഒരു സമർപ്പണം, ഒരു ത്യാഗം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മൾ പുതിയപ്പെടും. ഹല്ലേലൂയ.